ജുവാന. അപ്പൊ നമ്മള് ഇന്ന് മഞ്ഞൾ പുഴുങ്ങാനുള്ള പരിപാടിക്കാണ്. അപ്പൊ നമുക്കിവിടെ അടുപ്പുണ്ടാക്കണം, മഞ്ഞൾ എടുത്തോണ്ട് വരണം, ചെരുവ് എടുത്തോണ്ട്. ഞങ്ങളിവിടെ അടുപ്പുണ്ടാക്കാൻ പുറത്തുനിന്ന് പറഞ്ഞപ്പോ ഇവർക്ക് ആർക്കും കേൾക്കത്തില്ലായിരുന്നു. ഒരു കുക്കിംഗ് വീഡിയോ പുറത്തുനിന്ന് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പം നിങ്ങൾക്കൊരു കാരണം കിട്ടി, ഇപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഞങ്ങളും കുഴപ്പമില്ല. ഇനി മുതൽ ഗൈസ് ഓൺ ദ വേ കുക്കിംഗ് വീഡിയോ ഇനി ഞങ്ങളുടെ വരുന്നതാണ് അല്ലേ? ഇനി കുക്കിംഗ് ഡയാനയാവും. അല്ല, ഷെഫ് ഡയാന. അയ്യാ, വേഗം മഞ്ഞൾ പുഴുങ്ങാനുള്ള പരിപാടി നോക്കട്ടെ. ആദ്യം വേണ്ടത് ഒരു അടുപ്പാണ്. അതിനുള്ളതാണ് ഈ പരിപാടി. ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. എല്ലാരും ഒന്ന് അനുഗ്രഹിച്ച് അടുപ്പുണ്ടാക്കട്ടെ. അമ്മ ഇത് നോക്കുവാണ് വാസ്തു അടുപ്പിരിക്കാൻ വേണ്ടി. അല്ലേ അമ്മ? ഇസ്മി ജുവാനാ, എന്നെ പോലെ പഠിക്കാൻ ഇങ്ങനെ ഉണ്ടാക്കണ്ടോ? അതെ, നമ്മൾ അടുപ്പ് ഉണ്ടാക്കിയിട്ടില്ല. ഇനി കുറച്ച് വിറക് കൊണ്ടുവരണം, തീ കത്തിക്കണം. തീ കത്തിക്കണം. അല്ല, ഇന്ന് തന്നെ മുങ്ങാൻ പോകുന്നത്? അല്ല, രണ്ടടുപ്പ് വേണ്ടേ? ഒരടുപ്പ് പോരല്ലേ? എനിക്കിവിടെ വെള്ളം ചൂടാക്കണം, ഇപ്പുറത്ത് എനിക്ക് കറി വെക്കണം. മനസ്സിലായോ? ഒരടുപ്പും കൂടെ ഉണ്ടാക്കാം. അതിനുള്ള സാധനങ്ങൾ ഇനിയിപ്പോ കട്ടക്ക് എന്നാ ചെയ്യും? വീട് വിളിക്കണോ? അടുത്ത അടുപ്പുണ്ടാക്കാൻ വേണ്ടി കട്ടയെടുക്കുന്ന പരിശ്രമത്തിലാണ് ഞങ്ങളിവിടെ. കണ്ടില്ലേ, ഒരു കട്ട കുഴിച്ചെടുക്കുകയാണ് മണ്ണിന്റെ അടിയിൽ നിന്ന് നമ്മുടെ വാവാറ്റ. മീച്ചച്ചാർ അത് നോക്കി അത്ഭുതപ്പെട്ട് കളിക്കാൻ നോക്കുകയാണ്. ജുവാനേബിലിൻ വാവാറ്റ കട്ടെടുത്ത് നോക്കുന്നു. ഞാൻ ശിഷ്യ ഇല്ലില്ല, ഞാൻ എനിക്ക് നോക്കൂലി കിട്ടണം. മനസ്സിലായോ? കണ്ടോ, സൂര്യൻ അസ്തമിക്കാനുള്ള ഒരു സമയമാണിത്. അപ്പോഴാണ് ഇവിടെ അടുപ്പുണ്ടാക്കാൻ നോക്കുന്നത്. രാഹുകാലം. ഓ, ഇതാണോ ഹലോ ഹലോ കൂടാതെ ഇരുന്നേ? ഹലോ ഹലോ, എടുത്തോ നടക്ക് കുഴിച്ചെടുക്കുന്ന പോലെ അടുപ്പ് കേട്ടോ. അയ്യോ, വീശിട്ടി വാ പോവാ. കഴിഞ്ഞു, ഇങ്ങനത്തെ നിധി കൊണ്ടുപോയി. എവ്ലാൻ റോസ് പുതിയ കട്ട ഖാൻ പേടിച്ചു. അതിന് 2-3 കട്ടകളൊക്കെ ഉണ്ടല്ലേ? ആ ചെടികൾ പോവില്ലേ? ഓ മൈ ഗോഡ്. ഞാനിത് എടുത്തോളാം. അമ്മ അവിടെ വെച്ചോ. അപ്പൊ ഞങ്ങൾ എടുക്കട്ടെ കേട്ടോ ഗേയ്സ്. എടുക്കട്ടെ ഗായ്സ്. ഒരാളെ കാണുന്നുണ്ടോ നിങ്ങൾ? ഇതാണ് നമ്മുടെ മീച്ചച്ചാര്. മീച്ചോട്ടേ കണ്ടോ, ഒളിച്ചിരുന്ന് കളിക്കാൻ വരുന്നത്. അയ്യോ, എന്നെ മാന്തി പറിച്ചേ. മീച്ചാണോ? അങ്ങനെ നമ്മുടെ ജുവാനേബിലിൻ ഇതേ അടുപ്പ് നന്നാക്കിക്കൊണ്ടിരിക്കണം അല്ലേ? കാലൊക്കെ എന്താ പൊടിക്കാല്. കാലിലേക്ക് ഒന്ന് പാര് നോക്കണ്ട, ചാരമാണ് ഗൈസ്. ഉണ്ടോ? അപ്പൊ ഒരടുപ്പ് ഇവിടെ റെഡിയാണ്, പക്ഷെ ഇതുണ്ടോ, ഇതാണ് നോക്കി നിൽക്കുന്ന മഹത് വ്യക്തി. വെറുതെ അതെ, വെറുതെ കട്ട കൊണ്ടിട്ട വലിയ കേമാവൂല. മനസ്സിലായോ? അതന്നെ, ഒരു കഷ്ണം ഞാനവിടെ പൊട്ടിച്ചിട്ടുണ്ട്. ഹലോ ചില എടുത്തിട്ട് വാ. അങ്ങനെ ഞങ്ങള് വാസ്തു നോക്കി അവസാനം 2 അടുപ്പുകൾ സൃഷ്ടിച്ചു അല്ലേ അമ്മേ? ഹലോ ഇങ്ങോട്ട് നോക്കൂ ജുവാന. അടുപ്പ് റെഡി ആയില്ലേ? റെഡിയായിട്ടുണ്ട്. കുക്കിംഗ് വീഡിയോ എന്റെ വരുമോന്ന് പറ. അപ്പൊ നമുക്ക് നല്ല അടിപൊളി 1-ാം തരം അടുപ്പ് ജുവാന റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വിറക് എത്തിക്കണം അല്ലേ? വിറകെടുത്തോണ്ട് വരാം. 2 ചെരുവ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇന്ന് ഈ ചെരുവ നമ്മൾ കരിക്കാൻ പോവാണ് അല്ലെ? ഐശ്വര്യമായിട്ട് വിറകെടുത്തുണ്ട്. നമ്മളിത് മഞ്ഞൾ പുഴുങ്ങാൻ വേണ്ടി തന്നെ വാങ്ങിയതാണ്. അപ്പൊ നമുക്ക് എന്തായാലും കരിച്ചു കളയാം ഗായ്സ്. ഇതേ മഞ്ഞൾ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താണെന്നറിയോ, ഈ മഞ്ഞളെല്ലാം നമുക്ക് കഴുകി വാരണം. കണ്ടോ, മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ടുണ്ട്. നമുക്കിതിങ്ങനെ മോസ്റ്റായിട്ടിങ്ങനെ കഴുകണം. കഴുകിയെടുത്തത് നമുക്കിനി ചെരുവത്തിലേക്ക് ഇടണം. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പ്യാണി എന്ന് പറയുന്നത്. പ്യാണിയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ.
ഇതാണ് നമ്മുടെ അടുത്ത ഒരു ചാക്ക് മഞ്ഞളെന്ന് പറയുന്നത്. ഇത് പുഴുങ്ങി ഉണക്കുമ്പോഴേക്കും ഒട്ടും ഉണ്ടാവില്ല ഗൈസ്. കൊറേ വാരി എന്നിട്ട് ഒന്നിച്ചിങ്ങനെ കഴുകി വാരി വാരി അങ്ങനെ മതി. ഓ അപ്പൊ പെർഫെക്റ്റ് ആക്കണ്ടാന്ന്. നാളെ ആകൂന്ന്. അതാ എടാ പോടാ, വെള്ളം കറുത്തു പോയോ? കഴുകി വാരി വാരി അങ്ങിട്ട് വെറുതെ അങ്ങനെ കഴുകുക. വാരി വാരി അങ്ങിട്ട് അങ്ങനെ കഴുകൊന്നും വേണ്ടാ, പൊട്ടി പോടാ അടുപ്പ്. ഗൈസ് ഇപ്പൊ അടുപ്പ് തട്ടി ഞാനും വീണ് അടുപ്പും പൊട്ടിയെന്ന് പറയുന്നേ. പണിയെടുക്കാൻ അറിയാം. അമ്പ വെള്ളത്തിന്റെ കളറുണ്ടോ ഗൈസ്? ഡിഷ്